നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വരുന്നതെങ്കിൽ വീഡിയോ കാണണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചോക്ലേറ്റ് ഐസ്ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഐസ്ക്രീമിന് തിക്നെസ് കൊടുക്കാനായിട്ട് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം. ഇനി നമുക്ക് ഈ മിക്സ് നന്നായിട്ട് ഒന്ന് കട്ടകളില്ലാതെ കലക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കോൺഫ്ലോർ വാട്ടർ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു 1/2 കപ്പ് കൊക്കോ പൗഡർ നമുക്കൊന്ന് അരിച്ച് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കൊക്കോ പൗഡർ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര, നമ്മുടെ സാധാരണ വൈറ്റ് പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പാല് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, അടിക്ക് പിടിക്കരുത്. കൊക്കോ പൗഡർ, പാലും ഷുഗറും കൂടെ ഇട്ടുള്ള മിക്സ് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാവുള്ളൂ. തീ കൂട്ടി വെച്ചിട്ട് കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത്, നമ്മൾ കോൺഫ്ലോറും വെള്ളവും കൂടെ ചേർത്ത് വെച്ച മിക്സ് ഇല്ലേ, ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് ഇളക്കാം. ആ തിക്നെസ് വന്നു തുടങ്ങുന്ന സമയത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, പോരെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മിക്സ് അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. പിന്നെ തണുക്കുമ്പോൾ ഒരല്പവും കൂടെ ഒന്ന് കുറുക്കും. അപ്പം നമുക്ക് ഗ്യാസ് ഇനി ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് അനുവദിക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി പ്രോസസ്സ് നോക്കാം. നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ചൂടാറിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ കണ്ടോ കുറച്ച് കട്ടകളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിതൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കണം. അങ്ങനെ സ്മൂത്ത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റോളം നമുക്ക് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കട്ടകളെല്ലാം ഉടച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഐസ്ക്രീം മിക്സ് ഈ ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നർ ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതൊരു 3 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ സെറ്റ് ആകാനായിട്ട് വെച്ചിരുന്ന ആ ഐസ്ക്രീമിൻ്റെ കൂട്ടം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് മിക്സിയിലിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. ആദ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക, അതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാവേ. മിക്സിയിൽ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വീണ്ടും സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ആ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ലിഡ് കൊണ്ട് അടച്ചു. ഇനി നമുക്ക് ഇത് മിനിമം ഒരു 8 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് സെറ്റ് ആകാനായിട്ട് അനുവദിക്കാം. ഓവർനൈറ്റ് ഒക്കെ വെച്ചാൽ മതി. ഇനി നമുക്ക് സെറ്റ് ആയതിനു ശേഷം ഇത് തുറന്ന് നോക്കാവേ. നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഐസ്ക്രീം ഇപ്പോൾ ഒരു 8 മണിക്കൂർ, അതായത് ഓവർനൈറ്റ് ഞാൻ ഫുള്ള് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനെ ഞാൻ കണ്ടെയ്നറിൽ നിന്ന് ഈ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് എടുക്കുവാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. നമ്മുടെ ടേസ്റ്റി ആയിട്ട് അതേസമയം വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്ന ചോക്ലേറ്റ് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു റെസിപ്പിയിലൂടെ
അതുവരേക്കും നന്ദി.